സോളിഡാരിറ്റി യൂത്ത് മൂവ്മെന്റ് എന്തിനാണ് ഈ പറപ്പൂർ ചോലക്കുണ്ടിൽ ഇങ്ങനെ ഒരു പ്രതിഷേധ പൊതുസമ്മേളനം സംഘടിപ്പിച്ചത് എന്നത് സ്വാഗത സംസാരത്തിൽ പറഞ്ഞു കഴിഞ്ഞു. കഴിഞ്ഞ ആഴ്ച ഇതേ ദിവസം വെള്ളിയാഴ്ച ഇതേ സമയത്ത് ഞാൻ മംഗലാപുരത്താണുള്ളത്. വസ്തുക്കളൊക്കെ പൊറുക്കിയെടുത്ത് കൊണ്ടുപോയി വിറ്റ് അങ്ങനെ ഉപജീവനം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ചെറുപ്പക്കാരൻ. ഒരുപറ്റം ക്രിമിനലുകൾ കൈയടക്കിയ ഗ്രൗണ്ടിൽ RSSന്റെ സംഘപരിവാറിന്റെ ബജ്റംഗ് ദളിന്റെ എല്ലാവിധ തീവ്ര സ്വഭാവത്തിൽ തന്നെ ആശയങ്ങളെ പേറി സമൂഹത്തിൽ സ്പർദ്ധയും വിഭാഗീയതയും വെറുപ്പും ഉൽപ്പാദിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഈ രാജ്യത്തെ ഏറ്റവും വലിയ വിഷം ചീറ്റിക്കൊണ്ടിരിക്കുന്ന ഈ സംഘത്തിലെ അവർ കളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ക്രിക്കറ്റ് മൈതാനിയിലേക്ക് വെള്ളം അന്വേഷിച്ച് ദാഹജലത്തിന് വേണ്ടിയിട്ട് കടന്നു ചെന്നതാണ്. ആ സ്ഥലവും സംഭവവും നമ്മൾ സന്ദർശിച്ചു. അവിടെ എല്ലാവരും കളിക്കുന്നത് പോലെ ഒരു ഗ്രൗണ്ട്, അവിടെ പോയിട്ട് ഭക്ഷണം വെള്ളം ചോദിച്ചു. വെള്ളം ചോദിച്ചതിനേക്കാൾ അപ്പുറം അവിടെ ഉണ്ടായിരുന്ന ഒരു ബോട്ടിൽ ഉണ്ടായിരുന്ന വെള്ളം കുടിച്ചു. രണ്ട് കാര്യമാണ്. ഒന്നൊരു മനുഷ്യന്റെ അടിസ്ഥാന ആവശ്യമായ ഒരു ദാഹജലം, അത് കുടിച്ചതിന്റെ പേരിലാണ് ആദ്യമായിട്ട് ആക്രമിക്കാൻ തുടങ്ങിയത്. ഇന്ന് നമ്മൾ ഇങ്ങോട്ട് പോരുമ്പോൾ സോളിഡാരിറ്റിയുടെ സംസ്ഥാന സെക്രട്ടറി ഷബീർ കൊടുവള്ളി ഈ സ്റ്റേജിൽ നമ്മളോടൊപ്പം ഉണ്ട്. സോളിഡാരിറ്റി യൂത്ത് മൂവ്മെന്റ് ഇത്തരം കൊലപാതകങ്ങൾ, പ്രത്യേകിച്ച് ആൾക്കൂട്ട കൊലപാതകങ്ങൾ ധാരാളമായിട്ട് നമ്മുടെ രാജ്യത്ത് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ ഇത്തരം കാര്യങ്ങളെ പഠിക്കുവാനും അത്തരം വിഷയങ്ങളെ ഉയർത്തിക്കൊണ്ടുവരുവാനും സോളിഡാരിറ്റി ഒരു അസൈൻമെന്റ് നൽകിയത് ഷബീർ സാഹിബിനാണ്. ഷബീർ സാഹിബ് ഈ വിഷയം അന്വേഷിച്ചുകൊണ്ട് മംഗലാപുരത്ത് സന്ദർശനം നടത്തി. ഈ വിഷയം അവിടുന്ന് ന്യൂസായിട്ട് വന്ന സമയത്ത് തന്നെ ഉത്തരവാദപ്പെട്ട ആളുകൾ കടന്നു ചെന്നു. അവരോടൊക്കെ അങ്ങനെ സംസാരിച്ച് പുൽപ്പള്ളിയാണ് എന്നതായിരുന്നു ആദ്യം ചാനലുകളിലൊക്കെ വന്നത്. ഉടനെ തന്നെ കുടുംബാംഗങ്ങളെ ബന്ധപ്പെട്ടു, അഷറഫിന്റെ ജ്യേഷ്ഠ സഹോദരന്മാരെ ബന്ധപ്പെട്ടു, പിതാവുമായിട്ട് സംസാരിച്ചു. അങ്ങനെ ഈ വിഷയത്തെ തന്നെ സോളിഡാരിറ്റി യൂത്ത് മൂവ്മെന്റ് ഏറ്റെടുക്കാൻ തീരുമാനിച്ചു. അങ്ങനെ സോളിഡാരിറ്റി യൂത്ത് മൂവ്മെന്റ് ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ധാരാളം ശ്രമങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് നടത്തി. ഞാൻ സൂചിപ്പിച്ചു, അതിന്റെ ഭാഗമായി കൊണ്ട് തന്നെയാണ് കഴിഞ്ഞ വെള്ളിയാഴ്ച ദിവസം മംഗലാപുരത്തിൽ സോളിഡാരിറ്റി യൂത്ത് മൂവ്മെന്റ് അങ്ങനെ ഒരു പരിപാടിയിൽ തന്നെ പങ്കെടുത്തത്. അപ്പൊ ഞങ്ങൾ ഇങ്ങോട്ട് വരുന്ന സമയത്ത് അവിടുന്ന് ഒരു വിവരം കിട്ടി. ഇപ്പോൾ അതിന്റെ കേസന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. കേസന്വേഷണത്തിന്റെ ഭാഗമായി കൊണ്ട് പരിസരത്തുള്ള പല സ്വഭാവത്തിലുള്ള ഷോപ്പുകളിലും അതുപോലെ തന്നെ ഇദ്ദേഹം അഷ്റഫ് ഈ ആക്രി സാധനങ്ങൾ പൊറുക്കി വിറ്റിരുന്ന കടകളിലുമൊക്കെ പോലീസ് അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് കടന്നു ചെല്ലുന്നുണ്ട്. പരിസരത്തുണ്ടായിരുന്ന CCTV പരിശോധിക്കുന്നുണ്ട്. ഈ CCTV പരിശോധിച്ചപ്പോഴും കേസന്വേഷണത്തിന്റെ ഭാഗമായിട്ടും ബോധ്യമായ ഒരു കാര്യം, അദ്ദേഹത്തെ ക്രൂരമായിട്ട് മർദ്ദിച്ചതിന് ശേഷം വിവസ്ത്രനാക്കിയപ്പോൾ കാണാൻ സാധിച്ചു ഇദ്ദേഹം മുസ്ലിമാണ്. ഓൾറെഡി തന്നെ അഷ്റഫിന്റെ പിതാവ് പറയുന്നു, മാനസികമായ അസ്വസ്ഥമുള്ള ഒരു ചെറുപ്പക്കാരനാണെങ്കിലും അദ്ദേഹം ദീനീ അനുഷ്ഠാന കാര്യങ്ങൾ പാലിക്കുന്നിടത്തും നിഷ്ഠ പുലർത്തുന്നിടത്തും അങ്ങേയറ്റം ശ്രദ്ധ പുലർത്തുന്ന ആളാണ്. പല ദിവസങ്ങളിലും നോമ്പനുഷ്ഠിക്കുന്ന ആളാണ്. പല ദിവസങ്ങളിലും നമസ്കാര കാര്യങ്ങളിൽ ഈ പ്രദേശത്ത് എവിടെയെങ്കിലും കിടന്നുറങ്ങുക അദ്ദേഹം പള്ളി കേന്ദ്രീകരിച്ചിട്ടാണ്. എവിടുന്ന് നാട് വിട്ടു പോയി കഴിഞ്ഞാലും അന്തി ഉറങ്ങുക പള്ളിയിലാണ്. അങ്ങനെ ഈ നമസ്കാര ആരാധന അനുഷ്ഠാന കാര്യങ്ങളിലൊക്കെ
നല്ല സൂക്ഷ്മത പുലർത്തിയിരുന്ന ആള്, വസ്ത്രധാരണത്തിലടക്കം അത്രയും സൂക്ഷ്മത പുലർത്തിയിരുന്ന ഒരാളാണ്. അദ്ദേഹം അങ്ങനെ വിവസ്ത്രനാക്കി മുസ്ലിമാണ് എന്ന് ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ ക്രൂരമായിട്ട് മർദ്ദിച്ചു എന്നുള്ളതാണ്. ക്രൂരമായിട്ട് ആൾക്കൂട്ടങ്ങൾ മുഴുവൻ ഒരുമിച്ച് ക്രിക്കറ്റ് കളിക്കുന്നവരും ഇത് മെസ്സേജ് പാസ് ചെയ്തിട്ട് വന്നു ചേർന്ന ബജറംഗിന്റെ പ്രവർത്തകരും ക്രൂരമായിട്ട് മർദ്ദിച്ച് കൊന്നൊടുക്കി എന്നുള്ളതാണ്. അങ്ങനെ മർദ്ദിച്ച് കൊന്നൊടുക്കി 2 ദിവസം കഴിഞ്ഞിട്ടാണ് യഥാർത്ഥത്തിൽ വിവരം അറിയുന്നത്. 2 ദിവസം കഴിഞ്ഞിട്ടാണ് ആരും അറിയാത്ത ഒരു മൃതദേഹം, തിരിച്ചറിയാൻ കഴിയാത്തൊരു മൃതദേഹം മംഗലാപുരത്ത് ഹോസ്പിറ്റലിൽ ഉണ്ട് എന്ന സ്വഭാവത്തിൽ വിവരം അറിയുന്നത്. നിങ്ങളറിയണം, അങ്ങനെ കേസന്വേഷണത്തിന്റെ ഭാഗമായി കൊണ്ട് ഒന്നാമത്തെ തന്നെ വാർത്ത വരുന്നത് ക്രൂരമായി മർദ്ദിച്ചത് അവിടെ അല്ലാതെയായി. അതുപോലെ തന്നെ മുസ്ലിമാണ് എന്ന് ഉറപ്പുവരുത്തിയിട്ട് ആൾക്കൂട്ടങ്ങൾ മുഴുവൻ ഒരുമിച്ച് ചേർന്ന് മർദ്ദിച്ച് കൊലപ്പെടുത്തിയതിന് പകരം കേസും വാർത്തയുമായിട്ട് നമ്മുടെ ഇവിടുത്തെ ഹൈലൈറ്റ് വാർത്തയായിട്ട് വന്നിട്ടുള്ളത് മംഗലാപുരത്ത് ഒരു മുസ്ലിം യുവാവ് പാകിസ്ഥാൻ സിന്ദാബാദ് എന്ന് വിളിച്ചു. അതിന്റെ പേരില് മംഗലാപുരത്തെ ആളുകൾ മുഴുവൻ ആക്രമിച്ചു. അങ്ങനെ പരിക്കേറ്റുകൊണ്ട് അദ്ദേഹം കൊലപ്പെട്ടു എന്നുള്ളതാ. നോക്കൂ നിങ്ങൾ, എത്ര പെട്ടെന്നാണ് അത് സ്വീകരിക്കുന്നത്. മംഗലാപുരത്തെ കർണാടകയിലെ തന്നെ ഒരു ജനപ്രതിനിധി, ഒരു മിനിസ്റ്റർ തന്നെ ഇതിനെ ശരിവെച്ചുകൊണ്ട് ബൈറ്റ് കൊടുത്തു. ഇതിനെ ശരിവെച്ചുകൊണ്ട് തന്നെ മിനിസ്റ്റർ പറഞ്ഞു, അങ്ങനെ ഒരു പാകിസ്ഥാൻ സിന്ദാബാദ് വിളിച്ചു എന്ന്, പാകിസ്ഥാന് വേണ്ടിയിട്ട് മുദ്രാവാക്യം വിളിച്ചു, പാകിസ്ഥാൻ സിന്ദാബാദ് വിളിച്ചു. അങ്ങനെയാണെങ്കിൽ അദ്ദേഹം കൊല്ലപ്പെടേണ്ടത് തന്നെയാണ്. അതിന്റെ പേരിലാണ് ഇവിടെ ആൾക്കൂട്ടങ്ങള് ഈ ഒരു മുസ്ലിം യുവാവിനെ കൊലപ്പെടുത്തിയത്. 1-2 ദിവസം ഇത് ഇവിടുത്തെ ചാനലുകളിലും പത്രമാധ്യമങ്ങളിലും നിറഞ്ഞ വാർത്തയായി. യഥാർത്ഥത്തില് മാനസികാസ്വസ്ഥമുള്ള ഈ ചെറുപ്പക്കാരനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് നമുക്ക് ആലോചിച്ചു നോക്കൂ, അദ്ദേഹത്തിന് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞാൻ വെള്ളം, ദാഹജലം അന്വേഷിച്ചു, അതിൽ നിന്ന് കുടിച്ചു എന്നത് മാറ്റി നിർത്തി കഴിഞ്ഞാല് മുസ്ലിമായി എന്നുള്ള ഒറ്റ പേരിൽ മാത്രമാണ് യഥാർത്ഥത്തിൽ അഷ്റഫ് എന്ന് പറയുന്ന ഈ യുവാവ് ഈ ആൾക്കൂട്ട മർദ്ദനത്തിനിരയായത് എന്നുള്ളതാണ്. അവിടെ മുതൽ പ്രിയപ്പെട്ടവര്, സോളിഡാരിറ്റിയും ധ്രുവീകരണവും അതുപോലെ തന്നെ സ്പർദ്ധയും വെറുപ്പും ഉൽപ്പാദിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഈ രാജ്യത്ത്, അതിന് നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്ന RSS നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്ന ഈ രാജ്യത്ത് ഇതുപോലെയുള്ള അനീതിക്കിരയായ വിഷയങ്ങളെ ഏറ്റെടുത്തുകൊണ്ട് നീതിക്ക് വേണ്ടി ശബ്ദിക്കുക, ന്യായത്തിന്റെ കൂടെ നിൽക്കുക എന്നുള്ളതും, ഈ രാജ്യത്ത് ശരിയുടെ പക്ഷത്തേക്ക് ഈ രാജ്യത്തിന്റെ സംവിധാനത്തെ മാറ്റിയെടുക്കുക എന്നുള്ളതും, അതിനുവേണ്ടി ധാരാളം ഇടപെടലുകൾ നടത്തുക എന്നുള്ളതും സോളിഡാരിറ്റി യൂത്ത് മൂവ്മെന്റിന്റെ ഒരു വലിയ ഉത്തരവാദിത്തമായിട്ട്, ബാധ്യതയായിട്ട് ഞങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. അതിന്റെ പേരിലാണ് സോളിഡാരിറ്റി യൂത്ത് മൂവ്മെന്റ് ഈ സംഭവം നടന്നത് മുതൽ നിരന്തരമായി കൊണ്ട് ഞാൻ തന്നെ സോളിഡാരിറ്റിയുടെ സംസ്ഥാന ഭാരവാഹി എന്ന നിലക്ക് ഞങ്ങൾ തന്നെ ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നേരത്തെ പറഞ്ഞ ഇപ്പോൾ ഇവർ ജീവിച്ചു കൊണ്ടിരിക്കുന്ന പുൽപ്പള്ളിയിൽ കഴിഞ്ഞ മാസം ഇതുപോലെ തന്നെ പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിച്ചു. ആ പ്രതിഷേധ പരിപാടിക്ക് കേരളത്തിലെ സോഷ്യൽ ആക്ടിവിസ്റ്റുകൾ, പ്രധാനിയായ PK പൗരൻ സാർ ഉൾപ്പെടെയുള്ള ആളുകൾ പങ്കെടുത്തു. ബാബുരാജ് ബാബു സാറിനെ പോലെയുള്ള ആക്ടിവിസ്റ്റുകൾ പങ്കെടുത്തു. രാഷ്ട്രീയ പ്രതിനിധികൾ പങ്കെടുത്തു. അതിനുശേഷം തന്നെ ഇവിടുത്തെ ജനപ്രതിനിധികൾ, നമുക്കറിയാം കർണാടക ഭരിച്ചുകൊണ്ടിരിക്കുന്നത് കോൺഗ്രസ് സർക്കാരാണ്. കോൺഗ്രസ് സർക്കാരിന് വേണ്ടി ഈ കേസന്വേഷണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സർക്കാരിനെ ബോധ്യപ്പെടുത്തണം. അതിന്റെ കേസന്വേഷണത്തിന് സർക്കാർ കാര്യക്ഷമതയോടുകൂടി ഇടപെടണം. ഇതുപോലെ തന്നെ അഷ്റഫിന്റെ കുടുംബത്തിന് മതിയായ സ്വഭാവത്തിൽ നഷ്ടപരിഹാരം വാങ്ങിക്കൊടുക്കണം. അന്വേഷണം നീതിബദ്ധമായി കൊണ്ട് അന്വേഷണം നടക്കണം. ഈ നഷ്ടപരിഹാരം ഈ സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് അഷ്റഫിന് വേണ്ടിയിട്ട്, കുടുംബത്തിന് വേണ്ടിയിട്ട് വാങ്ങിക്കൊടുക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് സോളിഡാരിറ്റിയുടെ സംസ്ഥാന ഭാരവാഹികൾ കേരളത്തിലെ തന്നെ പ്രതിപക്ഷ നേതാവിനെയും കേരള കോൺഗ്രസിന്റെ പ്രസിഡന്റിനെയും അത് സന്ദർശിക്കുകയും വിശദമായിട്ട് സംസാരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇങ്ങനത്തെ വ്യത്യസ്തങ്ങളായ ഇടപെടൽ നടക്കുന്നുണ്ട്. അതിന്റെ ഭാഗമായി കൊണ്ട് തന്നെയാണ് യഥാർത്ഥത്തിൽ മുന്നോട്ടുള്ള പ്രതിഷേധത്തിന്, ഇതുപോലെയുള്ള ഈ വിഷയത്തിലുള്ള ഇടപെടലിന് ഒരു ഊർജം കിട്ടുന്ന വിധത്തിലാണ് അഷ്റഫ് ജനിച്ചു വളർന്ന ഒരു നാട് എന്ന നിലയ്ക്ക് ചോലക്കുണ്ടങ്ങാടിയിൽ ഇതുപോലൊരു പ്രതിഷേധ പരിപാടിക്ക് സോളിഡാരിറ്റി മുൻകൈ എടുത്തിട്ടുള്ളത്. നമുക്കറിയണം, നമ്മുടെ രാജ്യം അല്ലെങ്കിൽ നമ്മുടെ കേരളം തന്നെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ ആൾക്കൂട്ട കൊലപാതകം നടത്തുന്ന ക്രിമിനൽ സംഘത്തിന് എല്ലാവിധത്തിലുള്ള പിന്തുണയും കൊടുക്കുന്ന വിധത്തിലേക്ക് പ്രസ്താവനകളും അതുപോലെ തന്നെ നിലപാടുകളും പ്രഖ്യാപിക്കുന്നത് പലപ്പോഴും നമ്മൾ കണ്ടിട്ടുണ്ട്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, മലയാളിയായ ഒരാള് മംഗലാപുരത്ത് ചെന്നിട്ട് ഇതുപോലെ ആൾക്കൂട്ട കൊലപാതകത്തിനിരയായ സംഭവം ഒരുപക്ഷെ ആദ്യമായിട്ടായിരിക്കും. എന്റെ കയ്യില് മറുവാക്ക് എന്ന് പറയുന്ന ഒരു മാസികയുണ്ട്, രാഷ്ട്രീയ സാംസ്കാരിക മാസികയാണ്.
ആ മാസികയുടെ എഡിറ്ററാണ് അംബിക ചേച്ചി. അംബിക ചേച്ചി ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പുൽപ്പള്ളിയിലെ വീട് സന്ദർശിച്ചു. അതുപോലെ തന്നെ സഹോദരനുമായി കൊണ്ട് ദീർഘമായിട്ട് സംസാരിച്ചു. എന്താണ് യഥാർത്ഥത്തിൽ ഇതിന്റെ പിന്നിൽ ഒളിഞ്ഞിരിക്കുന്ന RSSന്റെ, ഈ രാജ്യത്ത് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന RSSന്റെ അജണ്ടകൾ എന്ന് ദീർഘമായിട്ട് ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് അന്വേഷണം നടത്തിയാൽ നമുക്ക് കണ്ടെത്താൻ കഴിയും. അതിന്റെ ചെറിയ ചെറിയ ലക്ഷണങ്ങളാണ് നമ്മുടെ രാജ്യത്തും നമ്മുടെ പ്രദേശത്തും നമ്മുടെ സംസ്ഥാനത്തും പ്രകടമായി കൊണ്ടിരിക്കുന്നത്. RSS പറയുന്ന അതേ സ്വരത്തിൽ ചിലപ്പോൾ നമ്മൾ രാവിലെ പത്രമെടുത്തുകൊണ്ട് അല്ലെങ്കിൽ ചാനൽ ചർച്ചകൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ, പ്രസ്താവനകൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ, നേതാക്കന്മാർ കൊടുക്കുന്ന ബൈറ്റ് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ, നേതാക്കന്മാരുടെ ഇടത്ത് അവരുടെ സംസാരം കേട്ട് കഴിഞ്ഞാല് ചിലപ്പോൾ നമ്മൾ തന്നെ ശങ്കിച്ചു പോകും. കേരളത്തിന്റെ തന്നെ പല നേതാക്കന്മാരും RSSന് വേണ്ടിയിട്ട് സംസാരിക്കുന്നവരായിട്ട് മാറിയിട്ടുണ്ടോ എന്നുള്ളത്. പല ആളുകളുടെയും ചോദ്യം അങ്ങനെയാണ്. എന്തിനാണ് മംഗലാപുരത്ത് നടന്ന ഒരു കൊലപാതകത്തിന് ഇവിടെ കേരളത്തിൽ, ഇവിടെ കോട്ടക്കലും പറപ്പൂരും ഇവിടെ ഈ പ്രദേശത്ത് പ്രതിഷേധം നടക്കുന്നത്? എന്തിനാണ് മംഗലാപുരത്ത് നടന്ന ഒരു ആൾക്കൂട്ട കൊലപാതകത്തിന് അവിടുത്തെ ഗവൺമെന്റുമായി കൊണ്ട് സംസാരിക്കുകയല്ലാതെ ഇവിടുത്തെ ഗവൺമെന്റിന് വേണ്ടിയിട്ട് എന്തിനാണ് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? അതിനുമുണ്ട് കൂട്ടരെ യഥാർത്ഥത്തിൽ യാഥാർത്ഥ്യം നമ്മൾ അറിയാതെ പോകരുത്. നമുക്കറിയാം, കാസർഗോഡ് ഒരു മൗലവി ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ കൊടിഞ്ഞി ഫൈസലിനെ നമുക്കറിയാം. റിയാസ് മൗലവി എന്ന് പറയുന്ന പള്ളിയിൽ ഇമാമ്, മദ്രസയിൽ കുട്ടികളെ പഠിപ്പിച്ച് അങ്ങനെ ഉപജീവനം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സാധാരണക്കാരനായ ഒരു ഉസ്താദ്, ഒരു മൗലവി. ആ റിയാസ് മൗലവി പന്ത്രണ്ട് നമസ്കാരം കഴിഞ്ഞ്, ഈശോ നമസ്കാരം കഴിഞ്ഞ് പള്ളിയിൽ തന്നെ സൗകര്യപ്രദമായ ഒരു റൂമിൽ കടന്നിറങ്ങുന്ന സമയത്താണ് യഥാർത്ഥത്തിൽ സംഘപരിവാറിന്റെ ആളുകൾ ആ പള്ളിയിൽ സന്ദർശിച്ച ഒരാളാണ്. ആ പള്ളിയുടെ പരിസരം മുഴുവൻ ഇതുപോലെ തന്നെ അറിയുന്ന ഒരാളും കൂടിയാണ് സോൾഡാറ്റിയുടെ ഭാരവാഹികൾ എന്ന് പറയുന്നത്. യഥാർത്ഥത്തിൽ വളരെ ശാന്തനായിട്ട് ജീവിക്കുന്ന ഒരു മൗലവി. ഒരാൾക്കും ഇതുപോലെ തന്നെ ആ പ്രദേശത്തെ ഒരാൾക്കും ഒരു എതിരഭിപ്രായവും ഇല്ലാത്ത, ആ പ്രദേശത്തെ എല്ലാവർക്കും സർവാധരണീയനായ പള്ളിയിലെ ഒരു മൗലവി. അദ്ദേഹം കടന്നിറങ്ങുമ്പോഴാണ് അദ്ദേഹത്തിന്റെ ആ കടന്നിറങ്ങുന്ന പള്ളി അതിന്റെ മതില് ചാടിക്കേറി പള്ളിയുടെ കതക് ചവിട്ടി അങ്ങനെ പള്ളിയുടെ റൂമിൽ കടന്നിറങ്ങുന്ന മൗലവിയാണ് നിഷ്കരണം കൊന്നു കളഞ്ഞിട്ടുള്ളത്. ഞാൻ ചോദിക്കട്ടെ, അതിന്റെ കേസന്വേഷണം ഇപ്പോൾ എവിടെയുള്ളത്? നമുക്കറിയാം, കഴിഞ്ഞ വർഷം ഇതിൽ പ്രതികളാക്കപ്പെട്ടിരുന്ന മുഴുവൻ ആളുകളെയും വെറുതെ വിട്ടു. കേസന്വേഷണം ഞാൻ ചോദിക്കട്ടെ, ഇങ്ങനെ RSS നേതൃത്വം നൽകുന്ന കൊലപാതക രാഷ്ട്രീയത്തിന് മതിയായ ശിക്ഷ പോലും വാങ്ങിക്കൊടുക്കാൻ കഴിയാത്ത RSSനെയും സംഘപരിവാറിനെയും ഇതുപോലെ തന്നെ പാലൂട്ടി വളർത്തിയെടുക്കുന്ന ഒരു സർക്കാരല്ലേ കേരളത്തിന്റെ സർക്കാർ എന്ന് ചോദിക്കേണ്ടുന്ന ഗതികേട് നമുക്കുണ്ട് ഇത്തരം സംഭവങ്ങൾ കാണുമ്പോൾ. ഇവിടെ നമുക്കറിയാം, നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് കഴിഞ്ഞു നിൽക്കുന്ന പശ്ചാത്തലത്തിലാണ്. ആ ഉപതെരഞ്ഞെടുപ്പിന്റെ കാരണം യഥാർത്ഥത്തിൽ ഒരു ബൈ ഇലക്ഷൻ വരാനുള്ള ഒരു പശ്ചാത്തലം നമുക്കറിയാം. യഥാർത്ഥത്തിൽ ഇത് കേരളം കണ്ടതാണ്. അതിന്റെ ഒരു ജനവിധിയും കൂടിയായിരുന്നു യഥാർത്ഥത്തിൽ നിലമ്പൂരിലെ ജനവിധി എന്ന് പറയുന്നത്. ഇത് വെറുതെ പറയുന്നതല്ല. കൊടിഞ്ഞി ഫൈസലിന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ടുകൊണ്ട്, ഷഹീദ് ഫൈസലിന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ടുകൊണ്ട്, നമ്മുടെ അടുത്ത പ്രദേശമാണല്ലോ, തിരൂരി യാസറിന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇങ്ങനത്തെ ഈ ക്രിമിനലുകൾക്ക് മതിയായ സ്വഭാവത്തിൽ അവർക്ക് ശിക്ഷ നടപ്പിലാക്കി കൊടുക്കാൻ പോലും കഴിയാത്ത ഒരു കൂട്ടർ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ഭാഷ മുഴുവൻ ഇതുപോലെ തന്നെ ഒരു പ്രത്യേക വിഭാഗത്തെ മുഴുവൻ ഇല്ലാതാക്കുന്ന വിധത്തിൽ, അവകാശങ്ങൾ മുഴുവൻ നശിപ്പിക്കുന്ന വിധത്തിൽ, ഇല്ലാതാക്കുന്ന വിധത്തിൽ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ജനപ്രതിനിധികൾ. ഈ ജനപ്രതിനിധികളും മന്ത്രിമാരും ഇങ്ങനെ സംസാരിക്കുമ്പം ഇതിനൊരു പ്രതീക്ഷയുമില്ല. അതുകൊണ്ട് തന്നെയാണ് സോളിഡാരിറ്റി യൂത്ത് മൂവ്മെന്റ് ഇങ്ങനെ തന്നെ തീരുമാനിച്ച് കേരളത്തിലും കൂടിയും ഇത് സംസാരിക്കേണ്ടെന്ന ആവശ്യമുണ്ട്. ഇതുപോലെ കേരളം എന്ന് പറയുന്ന നമ്മുടെ ഒരു സംസ്ഥാനവും ഇതുപോലെ തന്നെ ഇവിടുത്തെ ബ്യൂറോക്രാറ്റുകളും ഇവിടുത്തെ പോലീസ് സംവിധാനം മുഴുവൻ സംഘവൽക്കരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഒരു പ്രതീക്ഷയും നീതിയുടെ പക്ഷത്ത് ഒരു പ്രതീക്ഷയും ഇല്ലാത്ത വിധത്തിൽ സംഘവൽക്കരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു പ്രത്യേക സാഹചര്യത്തിൽ വീണ്ടും വീണ്ടും സമാനമായ സ്വഭാവത്തിൽ സോളിഡാരിറ്റി യൂത്ത് മൂവ്മെന്റ് ഇവരുടെ ഇങ്ങനത്തെ ആൾക്കൂട്ട കൊലപാതകങ്ങൾക്കും അക്രമങ്ങൾക്കും ഇരയാക്കപ്പെട്ടുകൊണ്ട് കൊല ചെയ്യപ്പെട്ട മനുഷ്യർക്ക് വേണ്ടിയിട്ട് നിരന്തരമായി ശബ്ദിച്ചുകൊണ്ടിരിക്കും എന്ന് തന്നെയാണ് സോളിഡാരിറ്റി യൂത്ത് മൂവ്മെന്റിന് പറയാനുള്ളത്. ഇനി അടുത്ത ആഴ്ച ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ബാംഗ്ലൂരിൽ ഇതുപോലെ തന്നെ സമാനമായ ഒരു പ്രതിഷേധ പരിപാടിക്ക് സോളിഡാരിറ്റി തുടക്കം കുറിക്കാൻ പോവുകയാണ്. കാരണം നമുക്കറിയാം, പല ആളുകളും വിചാരിക്കും ഇതങ്ങോട്ട് കെട്ടടങ്ങും എന്നുള്ളതാണ്. സോളിഡാരിറ്റിയുടെ ആവശ്യം പറഞ്ഞിട്ടുണ്ട്. ആവശ്യം എന്താണെന്ന് ചോദിച്ചാൽ, മതിയായ സ്വഭാവത്തിൽ ഈ കുടുംബത്തിന് നീതി വാങ്ങിക്കൊടുക്കണം, നഷ്ടപരിഹാരം വാങ്ങിക്കൊടുക്കണം എന്നുള്ളതാണ്. എന്താണോ ഈ കുടുംബത്തിന് കിട്ടേണ്ടുന്ന നീതി?
ഇതിൽ പിടിക്കപ്പെട്ട മുഴുവൻ പ്രതികളെയും ആ പ്രതികളെ മുഴുവൻ കുറ്റം തിരിച്ചറിഞ്ഞുകൊണ്ട് മതിയായ ശിക്ഷ പ്രതികൾക്ക് മുഴുവൻ ചാർത്തി കൊടുക്കണം. മാത്രമല്ല, ഒരു സംഭവം നടക്കുമ്പം അതിന്റെ പിന്നിൽ ധാരാളം ആളുകൾ ഉണ്ടാവും. ഈ കേസിൽ നിങ്ങൾ അറിയണം, കേവലം ബജറംഗിന്റെ പ്രവർത്തകർ മാത്രമല്ല, നേതാക്കന്മാർ ഉൾപ്പെടുന്ന RSSന്റെ നേതാക്കന്മാർ ഉൾപ്പെടുന്ന വലിയ ആളുകൾ ഇതിന്റെ പിന്നിലുണ്ട്. അതുകൊണ്ട് സോൾഡാറ്റി പറയുന്നു, കേവലം ഇപ്പോൾ പ്രതി ചേർക്കപ്പെട്ടവർക്ക് പുറമെ ഇതിന്റെ പിന്നിൽ ഗൂഢാലോചനയ്ക്ക് വേണ്ടിയിട്ട് നിന്നിട്ടുണ്ടായിരുന്ന, മംഗലാപുരം കേന്ദ്രീകരിച്ചുകൊണ്ട് ഇതുപോലെ തന്നെ സാമൂഹിക സ്പർദ്ധയും മുസ്ലിം വിരുദ്ധതയും ഉൽപ്പാദിപ്പിച്ചുകൊണ്ടിരിക്കുന്ന RSSന്റെ നേതാക്കളെയും ഇതുപോലെ തന്നെ ഈ കേസിന്റെ ഭാഗമായി കൊണ്ട് അന്വേഷണം നടത്തി കുറ്റക്കാരാണ് എന്ന് വിധിച്ച് അവർക്ക് മതിയായ സ്വഭാവത്തിൽ ശിക്ഷ വാങ്ങിക്കൊടുക്കണം എന്നത് സോളിഡാരിറ്റി മുന്നോട്ട് വെച്ചൊരാവശ്യമാണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, സോളിഡാരിറ്റി ഇങ്ങനെ പ്രവർത്തിക്കുന്ന കേരളത്തിലെ ഒരു സാമൂഹിക പ്രസ്ഥാനമാണ്. ഏറ്റെടുത്ത നീതിക്ക് വേണ്ടിയും ഇവിടുത്തെ ഏറ്റവും നല്ല ഒരു ആളുകൾക്ക് ലഭിക്കേണ്ടുന്ന ന്യായമായ അവകാശങ്ങൾക്ക് വേണ്ടിയും നിരന്തരം പോരാടിയിട്ടുള്ള ഒരു സംഘം എന്ന നിലക്ക് സോളിഡാരിറ്റി യൂത്ത് മൂവ്മെന്റിന് ഇത് പറയുകയല്ലാതെ പ്രിയപ്പെട്ടവര് പിന്നെ മറ്റൊന്നും ആലോചിക്കേണ്ടതില്ല. നിരന്തരമായിട്ട് ഇത് പറഞ്ഞുകൊണ്ടിരിക്കും. നിരന്തരമായിട്ട് എന്താണോ സോളിഡാരിറ്റി ഉന്നയിക്കുന്ന ആവശ്യങ്ങൾക്ക് വേണ്ടി നിരന്തരമായിട്ട് പ്രക്ഷോഭങ്ങളായിട്ട് സമരങ്ങളായിട്ട് സോളിഡാരിറ്റി പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പൊ ഒരു കൂട്ടര് ചോദിക്കുകയാണ്, നിങ്ങൾ എന്തിനാണ് അവിടെ നടന്ന ഒരു കൊലപാതകത്തിന് ഇവിടെ പറയുന്നത് എന്നുള്ളത്? ഞങ്ങളെ താല്പര്യങ്ങളാണ്, പല കൂട്ടരുടെയും താല്പര്യങ്ങളാണ് പലതും ഉന്നയിക്കുന്നിടത്ത്. നിങ്ങൾക്കറിയുമോ, ഒരു കാലത്ത് വെള്ളാപ്പള്ളി നടേശന്റെ മകനെങ്ങാനും ഗൾഫിൽ GCC രാഷ്ട്രത്തിൽ UAE ഒരു കേസിലകപ്പെട്ടുകൊണ്ട് അറസ്റ്റിലായപ്പം ഇവിടെ നിന്ന് ശ്രീമാന്റെ ഒരു വിളി അങ്ങോട്ട് പോയി. എന്നിട്ട് പറഞ്ഞു, അവിടുത്തെ അറബ് നേതാക്കന്മാരുമായി കൊണ്ട് UAE രാഷ്ട്ര നേതാക്കന്മാരുമായി കൊണ്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഞങ്ങൾക്ക് വളരെ വേണ്ടപ്പെട്ട ഒരാളാണ്, അദ്ദേഹത്തെ അടുത്ത ഫ്ലൈറ്റിൽ ഇങ്ങോട്ട് കയറ്റിവിടണം. എന്താവശ്യം ഉണ്ടായിരുന്നത്? കേരളത്തിന് പുറത്തുള്ള ഒരു വിഷയം ഏതെങ്കിലും ഒരു കാട് കത്തിയാൻ മറന്നാൽ ഡൽഹിയിൽ വരെ പ്രതിഷേധ പ്രകടനം നടത്തുന്ന ഒരു കൂട്ടർ, ആ കൂട്ടർക്കൊന്നും ഇതുപോലുള്ളൊരു വിഷയം, അഷ്റഫ് എന്ന് പറയുന്ന ആൾക്കൂട്ട കൊലപാതകത്തിനിരയായ ഒരു മുസ്ലിം യുവാവിന്റെ വിഷയമായിട്ട് തോന്നുന്നു എന്ന് മാത്രമല്ല, ഇതിനു വേണ്ടിയിട്ട് ന്യായമായ സ്വഭാവത്തിൽ പ്രക്ഷോഭങ്ങളും പ്രതിഷേധ പരിപാടികളും സംഘടിപ്പിക്കുന്ന കൂട്ടരെ മുഴുവൻ വേറൊരു സ്വഭാവത്തിൽ മാർക്ക് ചെയ്യുകയും അവരാണ് യഥാർത്ഥത്തിൽ ഇതിനെതിരെ തിരിയുന്നത് എന്ന് മാർക്ക് ചെയ്യുക എന്ന് പറയുന്നത് വകവെച്ചു കൊടുക്കാൻ സോൾഡാറ്റി തീരുമാനിച്ചിട്ടില്ല. അതുകൊണ്ട് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുന്നോട്ട് പോകാൻ തന്നെയാണ് സോൾഡാറ്റി തീരുമാനിച്ചിട്ടുള്ളത്.